നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വർഷങ്ങളായി ലാലേട്ടന്റെ നിഴലാണ് ആന്റണി പെരുമ്പാവൂർ. തന്റെ ജീവിതത്തിലേക്ക് ഭാര്യയും ആന്റണിയും ഒരുമിച്ചാണ് എത്തിയതെന്നായിരുന്നു ഒരിക്കൽ ലാലേട്ടൻ ആന്റണിയെ കുറിച്ച് പറഞ്ഞതും ഇങ്ങനെയായിരുന്നു. തുടക്കമാണ് സിനിമയിൽ എന്റെ കാറിന് അങ്ങനെ പ്രത്യേക ഡ്രൈവർ ഒന്നും വെച്ചിട്ടില്ല. ആ സമയത്താണ് ഞാൻ ആന്റണിയെ ആദ്യമായി കാണുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ചിലർ വരുമ്പോൾ നമ്മുടേത് എന്നൊരു തോന്നൽ ഉണ്ടാകുമല്ലോ. ആ തോന്നൽ തന്നെയാണ് ആന്റണിയെ കണ്ടപ്പോഴും എനിക്കുണ്ടായതെന്ന് ലാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. 3-ാം മുറയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ആന്റണിയെ കാണുന്നത്. ചിലരെ കാണുമ്പോൾ നമുക്ക് താല്പര്യം തോന്നില്ലേ? അങ്ങനെ ഒരു താല്പര്യം എനിക്കും ആന്റണിയോട് തോന്നി. അന്ന് എനിക്ക് ഒരു കാറുണ്ട്, പക്ഷേ പേഴ്സണൽ ഡ്രൈവർ ഒന്നുമില്ല. അങ്ങനെ ഞാൻ വിളിച്ചു. അപ്പോൾ ആന്റണി സമ്മതിച്ചു. ആ സമയത്തായിരുന്നു എൻ്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ വിവാഹവും കഴിഞ്ഞ് ആന്റണിയും ജീവിതത്തിലേക്ക് വന്നു. എൻ്റെ ഭാര്യയും ആന്റണിയും ഒരുമിച്ചാണ് വരുന്നതെന്നും ലാലേട്ടൻ പറയുന്നു. ഷൂട്ടിങ്ങിൽ കയറിയാൽ ലാൽ സാർ എപ്പോഴും തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ഇങ്ങനെ നിൽക്കണം, അത് ഓർമ്മപ്പെടുത്തണം, എന്നാൽ മാത്രമേ അദ്ദേഹം അത് ചെയ്യൂ. സ്വന്തം കാര്യങ്ങൾക്കാണ് കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്. രാവിലെ എഴുന്നേൽക്കാൻ വിളിച്ചെഴുന്നേൽപ്പിക്കണം. നമ്മൾ പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്ന ആളാണ് ലാൽ സാർ. ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ പോലും എടുത്തു വെക്കും. എപ്പോൾ സാർ വേണം എന്ന് പറഞ്ഞാലും കൊടുക്കാൻ വേണ്ടിയാണ്. നരസിംഹമാണ് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാൽ സാർ പറഞ്ഞിട്ട് എടുത്തതാണ്, അല്ലാതെ എടുക്കാൻ വേണ്ടി എടുത്തതല്ല. സാർ നമ്മുടെ പിറകിലുണ്ട് എന്ന ബലം കൊണ്ട് മാത്രം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഇപ്പോഴും സാർ ഉണ്ട് എന്ന ബലത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാൽ സാറിനെ വെച്ച് മാത്രം സിനിമ ചെയ്ത ആളാണ് ഞാൻ. മറ്റുള്ള ആളുകളെ സഹായിക്കുന്നത് ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ലാൽ സാറും. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആരാധന തോന്നിയിരുന്നു സാറിന്റെ ഈ സ്വഭാവം കാണുമ്പോൾ എന്നും ആന്റണി പറഞ്ഞിരുന്നു. അതേസമയം മോഹൻലാലിന് ആത്മീയ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ് സംവിധായകൻ ആർ സുകുമാരൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പാദമുദ്രയുടെ സമയത്ത് തനിക്ക് സന്യസിക്കാൻ പോകാൻ ആഗ്രഹമുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞതായിട്ടാണ് സുകുമാരൻ പറഞ്ഞത്. ഞാൻ ഭാവിയിൽ ഒരു സന്യാസിയാകുമെന്നാണ് ലാൽ എന്നോട് പറഞ്ഞത്. ആളുടെ മകൻ ഇപ്പോൾ സന്യാസിയെ പോലെ ആയെന്ന് സുകുമാരൻ പറഞ്ഞ വീഡിയോയും ഇപ്പോൾ ശ്രദ്ധേയമാണ്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.